തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി കൂടിയ ശിവസേന ഉദ്ധവ് വിഭാഗത്തിൻ്റെ യോഗം വളരെ ശ്രദ്ധേയമായിരിക്കുന്നു. ആ യോഗത്തിൽ പൊതുവിൽ ഉയർന്ന വികാരം ശിവസേനയുടെ ബേസ് വോട്ടുകളായ മറാത്ത ഹിന്ദു വോട്ടുകൾ ശിവസേന ഉദ്ധവ് വിഭാഗത്തിൽ നിന്നും പാടെ ഒലിച്ചു പോയിരിക്കുന്നു. അത് BJPയും ഷിൻഡെ വിഭാഗം ശിവസേനയും കൈക്കലാക്കിയിരിക്കുന്നു. ഇനി മുൻപോട്ട് പോകണമെങ്കിൽ ഈ സഖ്യം വിടുക തന്നെ ചെയ്യണമെന്ന് ജയിച്ചു കയറിയ 20 MLA-മാരിൽ ബഹുഭൂരിപക്ഷം പേരും ഉദ്ധവിനോട് പറഞ്ഞു. മഹാ വികാസ് അഘാഡി ഇനി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളതുകൂടി തകർന്ന് തരിപ്പണമാകും, നാം ഇനി അവശേഷിക്കില്ല. അതുകൊണ്ട് പഴയ ലാവണത്തിലേക്ക് തന്നെ മടങ്ങണം, NDAയുടെ ഭാഗമായി തന്നെ മുൻപോട്ട് പോകണമെന്നൊരു ആവശ്യമാണ് പൊതുവെ ഈ യോഗത്തിൽ ഉയർന്നത്. ഇതിൽ ഉദ്ധവ് താക്കറെ അഭിപ്രായമൊന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം വളരെ നിരാശനായി കാണപ്പെട്ടു എന്ന് മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. ഇനി ഉദ്ധവ് ഇതിനകത്ത് ഒരു തീരുമാനം ഉടനടി എടുത്തില്ല എങ്കിൽ ഒരുപക്ഷെ ജയിച്ചു കയറിയതിൽ ബഹുഭൂരിപക്ഷം MLA-മാരും ഷിൻഡെ പക്ഷത്തേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ഷിൻഡെ പറഞ്ഞതും അത്തരത്തിൽ തന്നെയാണ്. അനവധി പേർ കാത്തു നിൽക്കുന്നു പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും ഞങ്ങളുടെ ഒപ്പം വരാനായിട്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉദ്ധവ് കൈക്കൊള്ളാനുള്ള സാധ്യതകളുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഉദ്ധവ് വരുന്നതിനെ BJP സ്വാഗതം ചെയ്യുകയും ചെയ്യും. കാരണം ഉദ്ധവിൻ്റെ പാർട്ടിക്ക് ശിവസേനയ്ക്ക് 9 MPമാരാണ് രാജ്യസഭയിലുള്ളത്. ആ കേന്ദ്രത്തിൽ ഗുണമാണ്, സംസ്ഥാനത്ത് യാതൊരു ഗുണവും ഉണ്ടാകില്ല. കാരണം നിലവിൽ അവരുടെ സഖ്യകക്ഷികൾക്ക് വളരെ ഈസിയായിട്ട് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ അതൊരു മുതൽക്കൂട്ടാകും. ഷിൻഡെ വിഭാഗത്തിൻ്റെ 7 ഉദ്ധവിൻ്റെ 9 MPമാരും കൂടെ ചേരുമ്പോൾ സ്വാഭാവികമായും NDAക്ക് കുറച്ചുകൂടി കരുത്തുണ്ടാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.